ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ സാരിയിലൊക്കെ കുത്താൻ നേരത്ത് നോക്കുമ്പോൾ അത് കയറാനായിട്ട് കുറച്ച് പാടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ, ആ സോപ്പ് എടുത്തിട്ട് അതിലോട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് ആ സേഫ്റ്റി പിന്നൊന്ന് കുത്തിയിട്ട് നമ്മൾ ആ സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് കുത്തുവാണെങ്കിൽ അത് നല്ല ഈസി ആയിട്ട് കയറി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ സാരിയുടെ പ്ലീറ്റൊക്കെ കുത്തി വെക്കുമ്പോൾ, അതുപോലെ ചുരിദാറിൻ്റെ ഷോളൊക്കെ കുത്തി വെക്കുമ്പോൾ അതിലോട്ട് ആ പിന്നയിലോട്ട് നമ്മുടെ സാരിയോ ഷോളോ ഒക്കെ ഉടക്കി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് പേപ്പർ വേണേലും എടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് 2-3 മടക്കായിട്ട് മടക്കുക. അപ്പോൾ ശകലം കട്ടി വരും. എന്നിട്ട് ഈ പിന്നെ അതൊന്ന് കുത്തിയിട്ട്, പിന്നെ ഇതിൽ കാണുന്ന പോലെ നമ്മൾ കുത്തി നോക്കുക. സാരിയുടെ പ്ലീറ്റിൽ ചുരിദാറിൻ്റെ ഷോളൊക്കെ കുത്തി വെക്കുകയാണെങ്കിൽ അതവിടെ ഇരുന്നോളും. പിന്നെ ആ സാരിയൊന്നും അതിൻ്റെ പിന്നിൻ്റെ ഉടക്കിലോട്ട് കയറി പോകത്തില്ല. അത് പിന്നെ എത്ര നാൾ വേണമെങ്കിലും നല്ലതായിട്ട് തന്നെ ഇരിക്കും. ഇത് നമുക്ക് ഏത് ടൈപ്പ് തുണിയിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ കുറേ സേഫ്റ്റി പിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു പിന്നയിലോട്ട് ബാക്കി എല്ലാ പിന്നോട് ഇട്ട് വെച്ചിട്ട് ഇരിക്കുകയാണ്. അതെല്ലാം അവിടെ ഒരുമിച്ച് അവിടെ ഒരു സെറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഓരോ സേഫ്റ്റി പിന്നും തപ്പി നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചാൽ അത് അവിടെ ഇരുന്നോളും, എല്ലാം കൂടെ ഒരുമിച്ചിരുന്നോളും. അടുത്ത നാലാമത്തെ ടിപ്പ്, നമ്മൾ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ സ്പ്രേയുടെ മണം ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒരു ശകലം വാസന എടുത്ത് നമ്മൾ എവിടെയാണോ സ്പ്രേ അടിക്കേണ്ടത് അവിടെ നിന്ന് തൂത്ത് കൊടുത്തിട്ട് സ്പ്രേ അടിച്ചാൽ ആ സ്പ്രേയുടെ മണം നല്ലതായിട്ട് തന്നെ കുറേ നേരം ഉണ്ടാവും. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, നമ്മൾ ഫാൻസി കമ്മലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ ഗാർലിക് എടുത്തിട്ട് അതിലോട്ട് 3-4 പ്രാവശ്യം ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചൊറിച്ചിലും അസ്വസ്ഥതകളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അടുത്ത ആറാമത്തെ ടിപ്പ്, നമ്മൾ താക്കോലൊക്കെ പിന്നെ തുറക്കാൻ നേരത്ത് പൂട്ടാൻ നേരത്തൊക്കെ ആ താക്കോൽ വീഴാനായിട്ട് ഒരു പിടുത്തമൊക്കെ ഉണ്ടാവും. ഇരുമ്പിൻ്റെ ആ സാധനങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചതൊക്കെ ആണെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് താക്കോലയിൽ ശകലം വാസന എടുത്ത് ഊത്തിട്ട് നമുക്ക് ഇതുപോലെ താക്കോലിട്ട് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് പോകുന്നതായിരിക്കും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അടുത്ത ഏഴാമത്തെ ടിപ്പ്, പഴമൊക്കെ നന്നായിട്ട് പഴുത്ത അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ പഴം വെറുതെ കളയാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ശകലം ആ പഴുത്തതിന് ശകലം എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ആ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ട് അത് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ഒരു ശകലം ടൂത്ത് പേസ്റ്റാണ്, വൈറ്റ് ടൂത്ത് പേസ്റ്റാണ്, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് വൈറ്റ് സ്കിൻ ഗ്ലോയിങ്ങും വൈറ്റനിങ്ങും ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഈ ടിപ്സ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്.
ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.